നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ. നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ. പാപം വെറുക്കുവാൻ, മോഹം വെടിയുവാൻ, ത്യാഗം സഹിച്ചിടുവാൻ. പാപം വെറുക്കുവാൻ, മോഹം വെടിയുവാൻ, ത്യാഗം സഹിച്ചിടുവാൻ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ ഉറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഹല്ലേലൂയ അടിയങ്ങൾക്ക് ദാനമായി തന്നല്ലോ കർത്താവ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയല്ലോ. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലി കാര്യങ്ങളിലും എല്ലാം കൂടെ ഇരുന്നല്ലോ. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ എല്ലായ്പ്പോഴും നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദി പറയട്ടെ കർത്താവേ. വീണ്ടും വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെയും ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനും നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിരിക്കുന്ന വചനം അടിയങ്ങളോട് കൽപ്പിച്ചാക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബം കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നാണ് പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം കർത്താവ് എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗം അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ, കൃപയിൽ പൊതിനമേ, എല്ലാ നന്മയും അനുഗ്രഹം തന്ന് സഹായിക്കണമേ കർത്താവ്. സ്തോത്രം, സ്തോത്രം കർത്താവ്. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണം. അവരുടെ പരീക്ഷയിൽ കൂടെ ഇരിക്കണം. നല്ല ജയം കൽപ്പിക്കുമാറാകണം. അവർക്ക് നല്ല ഭാവി ഒരുക്കണം കർത്താവെ. പല വിഷയങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും കർത്താവ് മെഡിസിനും പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അതാ സഹായിക്കണമേ, അനുഗ്രഹിക്കണേ, കൃപയിൽ പൊതിനെ കൂടെ ഇരിക്കണമേ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി എല്ലാവരെയും എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ദൈവമേ, ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും സഹായിച്ച് ബലപ്പെടുത്തിക്കൊള്ളണേ. ആരോഗ്യത്തിനും കൃപയിലും സൂക്ഷിക്കണം. നന്മ കൊടുത്ത് നിറയ്ക്കണമേ കർത്താവ്. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടൊരു വിദുരിതകളിലൊക്കെ ആയിരിക്കുമ്പോൾ സ്വർഗ്ഗം അവരെ സൂക്ഷിക്കണം. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവ്. അവർക്ക് നല്ല മാതാവായി പിതാവായി നല്ല ആലോചനക്കാരനെ അപ്പച്ചൻ കൂടിയിരുന്ന് അവരെ സഹായിച്ചു കൊള്ളണമേ കർത്താവേ. നീ അവിടുന്ന് അനുഗ്രഹിക്കണം, വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തിൽ കാത്തുകൊള്ളണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണം. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിത്തരണേ, ബാലപിടിയിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാക്കി തീർക്കണം. ദൈവമായ കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സഹായിക്കണേ. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ കർത്താവ്, ബിസിനസ് ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ടവരെ അനുഗ്രഹിക്കണം. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. എൻ്റെ കർത്താവെ, മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ, മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ സ്വർഗ്ഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം തക്ക തുണയൊരുക്കും എൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കുമാറാകണമേ. എൻ്റെ കർത്താവെ, നിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ മക്കളുടെ മേലും പകരണമേ. ഗർഭിണികളായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണേ. മാസം തികയോളം കൂടിയിരിക്കണേ. സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്ന കർത്താവെ, തലമുറ നൽകി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഓരോ മക്കളെയും വിടുവിച്ചാട്ട് കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവെ. ദൈവമേ, മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങൾ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന കുടുംബങ്ങൾ,
കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന മാനസാന്തരം നൽകണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ചില നീറുന്ന വിഷയത്തിന് നടുവിൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. സകല പ്രാർത്ഥനാ വിഷയത്തെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. നിൻ്റെ സമാധാനം കൊണ്ടവരെ നിറയ്ക്കണമേ. ഹാലിൽ പലവിധ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. തമ്പുരാനെ കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നവർക്ക് ഭവനം നൽകണമേ. ഭവനം പണിയുന്ന മക്കളെ ഓർക്കുന്ന എൻ്റെ കർത്താവേ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഭവനം പണിതതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കട്ടെ കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളെയെല്ലാം പേരുപേരായി സമർപ്പിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഷുഗറും പ്രഷറുമുള്ളവർ, കൊളസ്ട്രോളുള്ളവർ, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കൈകാൽക്ക് വേദനയുള്ളവർ, തളർച്ചയുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ, ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർ കർത്താവേ, അപ്പാ ഈ സമയം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പല്ലിൻ്റെ വേദനയും ചെവിയുടെ വേദനയാലും ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവേ, കിടക്കയിലായിരിക്കുന്ന അനേക ജീവിതങ്ങളെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗമേ ഒന്ന് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. അടിയനെ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ച സകല പ്രിയപ്പെട്ടവരെയും ഈ സമയം ഓർക്കുകയാണ് കർത്താവ്. എൻ്റെ അപ്പൻ്റെ അൻപാർന്ന കാര്യം ഓരോ മക്കളുമേലും തൊടുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഓരോ രോഗികളുടെ മേലും ഇവിടുത്തെ മഹത്വം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, അതിവേദനകളാൽ ഭാരമുള്ളവർ, നീർക്കെട്ടുകളാൽ ഭാരമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവെ, സ്തോത്രം സ്തോത്രം. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നു എല്ലാ മക്കളെയും അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥാ, അവിടുത്തെ സൗഖ്യം ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും സൗഖ്യം പ്രാപിക്കട്ടെ. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളായിരിക്കുന്ന ഭവനം എല്ലാം ദാനമാപ്പാം. ഞങ്ങളവിടുത്തെ സന്നിധി സമർപ്പിക്കുക, നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ ഓരോ ദേശത്തെയും അനുഗ്രഹിക്കണം, ഓരോ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ നിലവരും വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ സുവിശേഷ വേലകളെ, വേലക്കാരെ, വട്ടക്കാരെ, മേൽപ്പട്ടക്കാരെ, ദേവാലയങ്ങളെ ഒക്കെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ ആവശ്യത്തെ സ്തോത്രത്തോടെ അറിയിക്കുക. ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, അവിടുന്ന് സകല ആവശ്യവും അറിഞ്ഞ് സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മകനെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ കർത്താവ്. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. അത് അത്ഭുതത്തിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. അത് അതിശയം പ്രവർത്തിക്കുന്ന നാമമാണ്. സ്വർഗം അങ്ങനെ ചെയ്യണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.